ഹംഗേറിയൻ ജീപ്പിയുടെ റേസ് സ്റ്റാർട്ടിൽ ജോർജ് റസലിന്റെ കാർ ആന്റി സ്റ്റോളിലേക്ക് പോയിട്ട് P6 നിന്ന് B21 ജോർജ് പോകുന്നത് നമ്മൾ കണ്ടു. സോ എന്താണ് ആന്റി സ്റ്റോൾ എന്ന് നമുക്ക് നോക്കാം. ആന്റി സ്റ്റോൾ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റോളിംഗ് എന്താണെന്ന് നോക്കാം. സോ നമ്മുടെ റോഡ് കാഴ്ചയിൽ നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന അതേ സമയം തന്നെ ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് നമ്മൾ കാസ് എടുക്കുന്നത്. ഇങ്ങനെ പ്രോപ്പറായിട്ട് ബാലൻസ് ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കാസ് ഇടിച്ച് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സോ ഇതിനാണ് സ്റ്റോളിംഗ് എന്ന് പറയുന്നത്. എഞ്ചിന്റെ RPM ഒരു പരിധിയിൽ താഴെ പോകുമ്പോഴാണ് സ്റ്റോളിംഗ് സംഭവിച്ച് എഞ്ചിൻ നിന്ന് പോകുന്നത്. പക്ഷേ നമ്മുടെ കാർ ഇങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ കീ ഇട്ട് തിരിച്ച് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ F1 കാഴ്ചയിൽ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. F1 കാഴ്ചയിൽ ഈ സെൽഫ് സ്റ്റാർട്ടർ മോട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ ഓഫ് ആയി കഴിഞ്ഞാൽ കാർ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിംഗ് സെറ്റപ്പ് ആണ് ഈ ആന്റി സ്റ്റോൾ. F1 കാഴ്ചയുടെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ECUലാണ് ഈ ആന്റി സ്റ്റോൾ സിസ്റ്റം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം F1 കാഴ്ചന്റെ അല്ലെങ്കിൽ F1ന്റെ എഞ്ചിൻസിന്റെ RPM ഒരു സർട്ടൻ ലെവലിന് താഴെ പോയി കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യും. ക്ലച്ച് ഡിസെൻഗേജ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ചെയ്തിട്ട് എഞ്ചിനും വീൽസും തമ്മിലുള്ള ബന്ധം ഏർപ്പെടുത്തും. അങ്ങനെ എഞ്ചിൻ സ്റ്റോൾ ചെയ്ത് ഓഫ് ആകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നോർമൽ കാഴ്ചയിലേക്ക് നോക്കിയാൽ ഗിയറിലുള്ള കാറിൽ ക്ലച്ച് ചവിട്ടി പിടിച്ചാലും നമ്മൾ ആക്സിലേറ്റർ കാർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എഞ്ചിൻ ഓഫ് ആയി പോകത്തില്ല. കാരണം എന്താ, അവിടെയും ഇങ്ങനെ ക്ലച്ച് ചവിട്ടി പിടിക്കുമ്പോൾ എഞ്ചിനും വീലും തമ്മിലുള്ള ബന്ധം വേർപെടുന്നു. അതുകൊണ്ട് തന്നെ കാർ സ്റ്റോൾ ചെയ്യത്തില്ല. സോ ഇത് ഓട്ടോമാറ്റിക്കലിയാണ് F1 കാഴ്ച നടക്കുന്നത്. അങ്ങനെ ഇപ്പം സ്പിൻ ചെയ്ത ഒരു കാർ ഒരിക്കലും ഡ്രൈവർ ത്രോട്ടിൽ കൊടുക്കത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കാർ ഓഫ് ആയി പോകാത്തത്? അവിടെ ഓട്ടോമാറ്റിക്കലി ആന്റി സ്റ്റോൾ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ട് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്ത് കാറിന്റെ എഞ്ചിൻ ഓഫ് ആകാതെ പ്രിവെന്റ് ചെയ്യും. സോ ഇനി ജോർജിന്റെ കേസിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഒരു റേസ് സ്റ്റാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ത്രോട്ടിൽ ബാലൻസ്. നമ്മൾ ത്രോട്ടിൽ നല്ലോണം കൊടുത്താൽ ഹൈ RPM വരും. ഹൈ RPM വന്നു കഴിഞ്ഞാൽ വീൽ സ്പിന്ന് സംഭവിക്കും, നമ്മുടെ റേസ് സ്റ്റാർട്ടിനെ അത് ബാധിക്കും. അതാണ് ഷോൾ ലെക്ലറിന് സംഭവിച്ചത്. സോ ജോർജ് ഒരു 10% ത്രോട്ടിൽ കൊടുത്തപ്പോൾ തന്നെ കാറിന്റെ റെവ് മാക്സിമത്തിലേക്ക് പോയി. സോ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ജോർജ് ചെറുതായിട്ടൊന്ന് കാലെടുത്തു. പക്ഷേ ഈ കറക്ഷനെ ജോർജിന്റെ സോഫ്റ്റ്വെയർ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു. എന്നിട്ട് കാറിനെ ആന്റി സ്റ്റോളിലേക്ക് പുഷ് ചെയ്തു. ആൻഡ് ഈ കറക്ഷനെ റോങ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ കാരണം പുതിയ പവർ യൂണിറ്റും സ്റ്റിയറിംഗ് വീലും ECUം കൂടെ കാലിബ്രേറ്റ് ചെയ്തപ്പോൾ ഒരു എറർ മെർസിഡീസിന് സംഭവിച്ചു. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ കറക്ഷനെ റോങ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ലോ RPM ആയിട്ട് കൺസിഡർ ചെയ്ത് ആന്റി സ്റ്റോളിലേക്ക് കാർ പോയി. ആൻഡ് ഈ ആന്റി സ്റ്റോളിൽ നിന്ന് കാഴ്ച എങ്ങനെ നോർമലിലേക്ക് ആകുന്നതെന്ന് വെച്ചാൽ ഡ്രൈവേഴ്സിന്റെ സ്റ്റിയറിംഗ് വീലിൽ ഒരു പാഡിൽ കണക്കത്തെ സാധനമുണ്ട്, അതാണ് ക്ലച്ച്. അത് ഷിഫ്റ്റ് ചെയ്തിട്ട് റോട്ടിൽ കൊടുക്കുമ്പോൾ ബാക്ക് ടു നോർമൽ ആവുന്നു, കാർ റൺ ചെയ്യുന്നു. സോ അങ്ങനെയാണ് ജോർജും ചെയ്തത്. ആൻഡ് ഹി ഡിഡ് എ വെരി ഗുഡ് റിക്കവറി. P21 നിന്ന് P7 ഫിനിഷ് ചെയ്തു. ദാറ്റ് വാസ് എ വെരി ഗുഡ് റിക്കവറി. സോ ഈ ഇൻഫർമേഷൻ അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ F1 കണ്ടന്റ്.